സർക്കാർ അല്ലെങ്കിൽ RSSന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറഞ്ഞാൽ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നാണ്. വൺ ഇന്ത്യ വൺ ഇലക്ഷൻ നടത്തണമെങ്കിൽ എത്രമാത്രം തയ്യാറെടുപ്പുകൾ വേണമെന്ന് നമുക്കറിയാം. എന്നാൽ ഈ സർക്കാരിന് കാലാകാലങ്ങളായി പതിറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന വൺ ഇന്ത്യ വൺ എക്സാമിനേഷൻ സിസ്റ്റം പോലും കുറ്റമറ്റ രീതിയിൽ നടത്തുവാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ ഒരേ സെൻറ്ററിൽ ഒന്നിലധികം ആളുകൾക്ക് നെഗറ്റീവ് മാർക്കുകൾ എല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് ഉയർന്ന മാർക്കുകൾ കിട്ടുന്നതടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പരീക്ഷ വീറും വൃത്തിയായും നടത്തുവാൻ അറിയാൻ പാടില്ലാത്ത ഒരു സർക്കാർ, ഇവർക്ക് ആകെ വിദ്യാഭ്യാസ മേഖലയിൽ അറിയുന്നത് ഒരിക്കൽ പോലും സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമായിട്ട് ആ കാലഘട്ടത്തിൽ തേങ്ങാമോഷണ കേസിൽ പോലും ജയിലിൽ കിടക്കാത്ത ആളുകളുടെ വരെ പേര് സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ കുത്തിക്കയറ്റുക എന്നതല്ലാതെ, അതിനകത്ത് സംഘവൽക്കരണമല്ലാതെ, RSS അജണ്ടകൾ നടപ്പിലാക്കുന്നതല്ലാതെ ഈ രാജ്യത്തെ അടുത്ത തലമുറയെ നയിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എത്രയോ കാലമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ വലിയ തോതിലുള്ള അഭിനന്ദനം ഏറ്റുവാങ്ങുന്ന നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാമുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഗുരുതരമായ ലാപ്സ് അത് ഈ രാജ്യത്തെ യുവാക്കളോടുള്ള വലിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഒന്ന്, ഇവർക്ക് തൊഴിൽ കൊടുക്കുവാൻ കഴിയുന്നില്ല. തൊഴിൽ കൊടുക്കുവാൻ കഴിയാത്തൊരു സർക്കാർ വിദ്യാഭ്യാസ മേഖലയിലെ ഔന്നത്യത്തെ നിലനിർത്തുവാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർക്കിതൊന്നും അറിയില്ല. ആകെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പോലും വർഗീയത പറയാനല്ലാതെ, അദ്ദേഹത്തിന്റെ തന്നെ കോളേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം ഇവിടെ പഠിച്ചു. അപ്പോൾ അവർക്കൊക്കെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്ര നിസ്സാരമായി തമാശയായി കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പരീക്ഷകളിൽ നടന്ന പരീക്ഷകളിലെ ക്രമക്കേടുകൾ വളരെ വിശദമായ അന്വേഷണം നടത്തി. ആരൊക്കെയാണ് ഇപ്പോൾ ടെലിഗ്രാമിലൊക്കെ ചില സിനിമകളുടെ വ്യാജ പ്രിന്റുകൾ വരാറുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ചോദ്യപേപ്പറുകൾ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് നെറ്റ് അടക്കമുള്ള പരീക്ഷകളുടെ, പൊതുപരീക്ഷകളുടെ, കോമ്പറ്റീറ്റീവ് എക്സാമുകളുടെ ചോദ്യപേപ്പർ ടെലഗ്രാമിൽ ലഭ്യമാകുന്ന തരത്തിലുള്ള സംവിധാനം ഒരുക്കിയത് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ളത് കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ കുട്ടികൾ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഈ ദേശീയ പരീക്ഷകളുടെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് എത്രയോ മാസങ്ങളുടെ ഉറക്കമില്ലാത്ത രാത്രികളുടെ, പകലുകളുടെ അധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികൾ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത്. അപ്പം അവരിൽ പല ആളുകളും, ഇതിൻ്റെ ഒന്നും ഭാഗവാക്കല്ലാത്ത ആളുകൾ പോലും എഴുതിയ പരീക്ഷ റദ്ദ് ചെയ്യപ്പെടുക, പരീക്ഷയുടെ തലേദിവസം റദ്ദ് ചെയ്യപ്പെടുക എന്നൊക്കെ പറയുന്നത് വിദ്യാർത്ഥികളോടുള്ള, വിദ്യാഭ്യാസ മേഖലയോടുള്ള വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ അതിനകത്ത് കൃത്യമായ കുറ്റമറ്റ സംവിധാനങ്ങൾ ഉണ്ടാകണം, കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. ഈ രാജ്യത്തെ സൈന്യത്തെ, രണ്ടാമത്തെ ഡിമാൻഡ്, രാജ്യത്തെ സൈന്യം, ഇന്ത്യയുടെ സൈന്യം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ, സുശക്തമായ കരസേനകളിലെ 3ാം സ്ഥാനത്തുണ്ടായിരുന്ന സേനയാണ്. ആ സേനയിലേക്ക് അപ്രന്റീസ്ഷിപ്പുകൾ വെക്കുകയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നാളെ കാലങ്ങളിൽ RSSകാർക്ക് സായുധ പരിശീലനമുള്ള കുറേയേറെ ആളുകളെ ഈ സൈനിക സേവനത്തിലൂടെ ലഭ്യമാക്കുവാൻ വേണ്ടി അല്ലാതെ സൈന്യത്തിന്റെ മൊറലിനെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണോ അക്ടിവീർ പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പുതുതായിട്ട് അവരുടെ സർക്കാർ വന്നപ്പോൾ അവരുടെ സഖ്യകക്ഷികൾക്ക് പോലും എതിർപ്പുണ്ടാകുന്ന വിഷയമാണ്. ശ്രീ നിതീഷ് കുമാർ അടക്കമുള്ള ആളുകൾ അവരുടെ എതിർപ്പ് പ്രകടമാക്കിയിട്ടുണ്ട്. അപ്പം സഖ്യകക്ഷികളെ പോലും കൺവിൻസ് ചെയ്യുവാൻ കഴിയാത്ത ഒരു പദ്ധതി അത് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. മാത്രമല്ല, സൈന്യത്തെ മുമ്പ് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇങ്ങനെ പൊളിറ്റിക്കലൈസ് ചെയ്തിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു എന്ന ഒറ്റ കാരണത്താൽ കൃത്യമായി മാറേണ്ടുന്ന സൈനിക മേധാവി, അദ്ദേഹത്തെ ഈ പകരമായി വരേണ്ടുന്ന സൈനിക മേധാവി ഈ നരേന്ദ്രമോദിക്ക് വിരുദ്ധനായതുകൊണ്ട് അയാളെ നിയമിക്കാതിരിക്കാൻ വേണ്ടി നിലവിലുണ്ടായിരുന്ന മേധാവിക്ക് സമയം നീട്ടിക്കൊടുക്കുക അടക്കമുള്ള വിഷയങ്ങൾ സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനൊക്കെ എതിരായിട്ടുള്ള സമരമാണ് ഈ സമരം. ഇപ്പൊ ഡൽഹിയിൽ ഞങ്ങൾ 3ാം സർക്കാർ വരുമ്പോൾ തുടങ്ങുന്ന സമരം ഇത് താഴെത്തട്ടിൽ, ഇന്ത്യയിലെ ഏറ്റവും താഴെത്തട്ടുള്ള ഗ്രാമങ്ങളിലേക്ക് വരെ ഈ സമരം ഞങ്ങൾ ഇതാകും. CBI അല്ല, കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം വേണമെന്ന് വല്ല ആവശ്യമുണ്ട്? അല്ല, തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഈ CBI എന്ന് പറയുന്നത് കഴിഞ്ഞ എത്രയോ കാലമായി അവരുടെ പൊളിറ്റിക്കൽ വെണ്ടേറ്റൊക്കെ നമുക്കറിയാവുന്നതാണ്, അജണ്ട നമുക്കറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടി, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൂടി വിശ്വാസ്യത ഉണ്ടാകുന്ന ഒരു അന്വേഷണം, അതിന് സുപ്രീം കോടതിയുടെ കൂടി മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും കുറ്റമറ്റത് എന്നുള്ളതാണ് ഞങ്ങളുടെ